ഹായ് ഹലോ നമസ്കാരം. അഡോബി ആനിമേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റത്തെ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് എങ്ങനെ ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു തുടക്കം തന്നെയുള്ളൊരു വീഡിയോയാണ് നമ്മൾ ഇവിടുന്ന് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഈ ഒരു സോഫ്റ്റ്വെയറിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ടോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞാൻ ഷുവറായിട്ടും അതിന് നിങ്ങൾക്ക് കമൻറ്റ് റിപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സോഫ്റ്റ്വെയർ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഞാൻ 2023 വേർഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ ആളുകളുടെ സിസ്റ്റത്തിനും കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള വേർഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് 60GB RAM i3 പ്രോസസ്സറുള്ള ഒരു കമ്പ്യൂട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് 2022 വേർഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിന് ആപ്റ്റ് ആയിട്ടുള്ള വേർഷൻസ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക, കൂടുതൽ കുറഞ്ഞ സ്പെക്കുള്ള കമ്പ്യൂട്ടറിൽ കൂടുതൽ പവറുള്ള വേർഷൻസൊക്കെ, അതായത് 2024, 26 വേർഷൻസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ സിസ്റ്റം നല്ല രീതിയിൽ സ്ലോ ആവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസാണ് ഇതിവിടെ കാണുന്നത്. ഇവിടെ കുറേ മെനു ബാറുകളൊക്കെയാണ് ആദ്യം തന്നെ കാണാൻ പറ്റുക. ഇവിടെ ഹോം ബട്ടൺ ഉണ്ട്. മറ്റുള്ള സോഫ്റ്റ്വെയറിലെ പോലെ തന്നെ ഫയലിൽ ന്യൂ തന്നെയാണ് യൂസ് ചെയ്യാറ്. നമ്മൾ കോറൽ പഠിച്ചു, ഫോട്ടോഷോപ്പ് പഠിച്ചു, ഇല്ലുസ്ട്രേറ്റർ പഠിച്ചു, അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയറുകളൊക്കെ നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ ഫയലിൽ ന്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മെയിൻ പേജിലേക്ക് തന്നെ പോകാൻ പറ്റും. Ctrl+N ആണ് അതിൻ്റെ ഷോർട്ട് കീ. അതായത് Ctrl+N അടിച്ചാലും ഇത് ഇങ്ങനത്തെ ഒരു വിൻഡോ വരും. അതേപോലെ തന്നെ ഫയലിൽ ന്യൂ എടുത്താലും ഇങ്ങനത്തെ ഒരു വിൻഡോ വരും. 3ds Max പോലുള്ള സോഫ്റ്റ്വെയർ ബ്ലെൻഡർ, 3ds Max, ഇതൊക്കെയാണ് 3D റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. പക്ഷേ 2D റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അഡോബി ആനിമേറ്റർ എന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുക. പണ്ട് പറഞ്ഞതുപോലെ തന്നെ പല പേജിനുള്ള പ്രിഫറൻസിനുള്ള, അതായത് ഇപ്പോൾ വെബ് റിലേറ്റഡ് ആയിട്ടുള്ളത്, അഡ്വാൻസ്ഡ്, ആഡ്സ്, എഡ്യൂക്കേഷൻ, ഗെയിം, സോഷ്യൽ മീഡിയ, ക്യാരക്ടർ ആനിമേഷൻ, ഇതിനെ പറ്റിയുള്ള പേജുകളൊക്കെ ഓൾറെഡി പ്രീസെറ്റ് ആയിട്ട് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അഡ്വാൻസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ രീതിയിലുള്ള അളവിനടുത്തുള്ള ഒരു പേജ് നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മറ്റുള്ള സോഫ്റ്റ്വെയർ പോലെ തന്നെ ഇവിടെ ഇഞ്ചസ് ഉണ്ട്. അതായത് ഓരോരോ യൂണിറ്റ് ആണ് കേട്ടോ. ഇഞ്ചസ് ഉണ്ട്, അതേപോലെ തന്നെ പോയിൻറ്റ്സ് ഉണ്ട്, സെൻറ്റിമീറ്റർ ഉണ്ട്, മില്ലിമീറ്റർ ഉണ്ട്, പിക്സൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ സെൻറ്റിമീറ്ററിൽ വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു അളവിലൊത്ത ഒരു പേജ് ഞാൻ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ഒരു 15 ഹൈറ്റ് ഒരു 10 ആയിട്ടുള്ള ഒരു പേജ് നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ മേക്ക് ഡിഫോൾട്ട് ഉണ്ട്. അതായത് മേക്ക് ഡിഫോൾട്ട് കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, പിന്നെ വന്ന പേജുകളൊക്കെ എല്ലാം ഈ ഒരു അളവ് തന്നെയായിരിക്കും. അതുകൊണ്ട് 15, 10. ഓക്കെ, ഞാനിപ്പോൾ ഒരു 15, 10 കൊടുക്കുകയാണെങ്കിൽ മേക്ക് ഡിഫോൾട്ട് കൊടുത്താൽ ആ ഒരു അളവ് തന്നെയായിരിക്കും വരാം. ഓക്കെ, അപ്പോൾ ഞാനിവിടുന്ന് അതിന് കൊടുക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്ത അളവിലുള്ള ഒരു പേജ് എന്തായി, ക്രിയേറ്റ് ആയി. ഓക്കെ, അതോടൊപ്പം തന്നെ ഇതിൻ്റെ അടിയിൽ കുറേ പ്രീസെറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ അഡോബി ആനിമേറ്റിൻ്റെ മെയിൻ ഇൻ്റർഫേസാണ് ഇതിൽ കാണുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്ത് കൊടുത്ത അളവിലുള്ള ഒരു പേജ് കേട്ടോ. ഓക്കെ, ഫോട്ടോഷോപ്പ് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, Ctrl+ അടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സൂം ചെയ്യാം. Ctrl- അടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പേജിനെ സൂം ഔട്ട് ചെയ്യാം. ഓക്കെ, Ctrl+ അടിച്ച് സൂം ചെയ്യാം. അതേപോലെ തന്നെ Ctrl- അടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സൂം ഔട്ട് ചെയ്യാം. ഓക്കെ, അതുമല്ല നമുക്ക് ഇവിടെ നിന്ന് ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫിറ്റ് ടു വിൻഡോ, അതായത് ഇപ്പോൾ 200 കണ്ടോ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടുന്ന് ഈ പേജിനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് കസ്റ്റം ചെയ്ത് ഇങ്ങനെ സൂമിൻ്റെ ആ ഒരു മോഡലാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും. ഫിറ്റ് ടു വിൻഡോ എടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു വിൻഡോയുടെ പാകത്തിനായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇവിടുന്ന് വിൻഡോ കിട്ടും. ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ തന്നെ പറഞ്ഞു പോവാട്ടോ. ഓക്കെ, വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, Ctrl+N അടിച്ചിട്ടുണ്ടെങ്കിൽ എന്താകും, പുതിയൊരു പേജ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് ഇവിടെ ആയിരിക്കും വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിൽ വരച്ചിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ വരച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ചെയ്ത് വയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഒരു ചെയ്ത് വയ്ക്കാനുള്ള ഓപ്ഷൻ അതിലൊക്കെ നമുക്ക് വരാം. ആദ്യമേ തന്നെ ഞാൻ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ജസ്റ്റ് ഒന്ന് പേജിനെ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാണ്. ഇനി നമുക്ക് പേജിനെ പാൻ ചെയ്യിക്കാൻ പറ്റും. പാൻ ചെയ്യിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, നമുക്ക് ഈ പേജിനെ ഫുള്ളായിട്ട് ഇത് ഇവിടുന്ന് കാണാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസൊക്കെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് വരയ്ക്കാൻ വയ്ക്കാം. ഓക്കെ,
ഈ ഒബ്ജക്റ്റിനെ മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ പാൻ ചെയ്ത് കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്പേസ് ബാർ പ്രസ് ചെയ്ത് പിടിക്കാം. സ്പേസ് ബാർ പ്രസ് ചെയ്ത് പിടിക്കാൻ സമയത്ത് ഇങ്ങനെ ഒരു ഹാൻഡിൻ്റെ സിമ്പിൾ വരും. വീണ്ടും മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഏത് ഏരിയയാണ് നമുക്ക് സൂം ചെയ്ത് കാണേണ്ടത് അതിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, സാധാ ഫോട്ടോഷോപ്പ്, കോറൽ ഡ്രോ, അതേപോലെ തന്നെ ഇല്ലുസ്ട്രേറ്റർ ഡിസൈനൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെയാണ് ഇതിലും പാൻ ടൂൾ തന്നെ വർക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കൺട്രോൾ പ്ലസ് തന്നെ അടിച്ചിട്ട് വീണ്ടും പണ്ടത്തെ ഇതിലേക്കാണ് വരുന്നത്. ഓക്കെ, ഇതിനെ പറയുന്ന പേരാണ് ടൈം ലൈൻ. നമുക്ക് കുറച്ച് എപ്പിസോഡ് വന്ന സമയത്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ആനിമേറ്റഡ് റിലേറ്റഡുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫ്രെയിം എന്താണെന്നും ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാം. ഓക്കെ, ഇവിടെ നിന്ന് ലെയർ ബോക്സ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമുക്ക് വന്ന വേയിൽ നമുക്ക് പഠിക്കാം കേട്ടോ. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടൂൾ ബോക്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ആദ്യം തന്നെ പരിചയപ്പെടാം. എന്നാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു സോഫ്റ്റ്വെയറിനെ പറ്റിയിട്ട് ഒരു അവയർനെസ് കിട്ടുള്ളൂ. ഈ ടൂൾ ബോക്സ് വെച്ചിട്ടാണ് നമ്മൾ 2D റിലേറ്റഡുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വരച്ച് കൊടുക്കുകയും അതേപോലെ തന്നെ ആനിമേഷനും ഒബ്ജക്റ്റൊക്കെ വരയ്ക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു ടൂൾ ബോക്സിൽ നിന്ന് ടൂളുകളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ടൈമിലും നമുക്ക് ഈ ഒരു ടൂൾ ബോക്സ് കാണണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, വിൻഡോ മെനുവിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ അടിയിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ടൂൾസ് നമുക്കൊരു ഓപ്ഷൻ കാണാം. അതായത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ടൂൾസ് കേട്ടോ, ഇതിൽ ഞാനിപ്പോൾ ഇത് ഓണായി കിടക്കുന്നത്, ടിക്ക് മാർക്ക് വന്ന് കിടക്കുന്നത് കണ്ടോ. ഓക്കെ, അതുകൊണ്ട് അവിടെ ഓണാണ്. ഞാൻ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ, ആ ടൂൾ ബോക്സ് എന്തായി അവിടെ നിന്ന് പോയി. ഓക്കെ, അപ്പോൾ വിൻഡോ മെനുവിൽ വരാം. ടൂൾ ബോക്സ് ഇല്ലാത്തൊരു ഇതിലേക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കൺട്രോൾ F2 അടിച്ചാൽ മതി. ഓക്കെ, ഒന്നല്ലെങ്കിൽ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തെടുക്കാം. കാരണം ടൂൾസിൽ ക്ലിക്ക് ചെയ്താൽ സംഭവം ഇവിടെ വരും, ഈ ടൂൾ ബോക്സ് ഇവിടെ ഷോ ചെയ്യും. അതുമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കീബോർഡിൽ കൺട്രോൾ F2 അടിച്ചാൽ മതി. ചില ഇതിലൊക്കെ നമ്മൾ അറിയാതെ എന്തെങ്കിലും കീസൊക്കെ ഞെക്കി പോകുന്ന സമയത്ത് ഇതൊക്കെ ചിലപ്പോൾ ഹൈഡായി പോവാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൺട്രോൾ F2 അടിച്ചാലും നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഇതൊക്കെ കിട്ടുമെന്ന് പറയും. ഓക്കെ, ഇനി നമുക്കിത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ലോക്ക്, ക്ലോസ് ഗ്രൂപ്പ്. ലോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സാധനം ഇവിടെ നിന്ന് അനങ്ങൂല, മീൻസ് ഇവിടുന്ന് പോകില്ല. ഓക്കെ, അതാണ് ലോക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീണ്ടും അൺലോക്ക് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ, നമുക്കിതെല്ലാം കസ്റ്റമായിട്ട് കൊണ്ടുപോയി ഇടാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കസ്റ്റമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് ലോക്ക് കൊടുത്തു, അനങ്ങൂല. അൺലോക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സംഭവം ഇവിടെ വന്നു. ഓക്കെ, ഇനി വീണ്ടും ഈ കൊളാപ്സ് ടു ഐക്കൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട, അത് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. വീണ്ടും വിൻഡോ മെനുവിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് എക്സ്റ്റൻഷൻസ് അല്ല, നമുക്കിത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വർക്ക് സ്പേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇവിടെ സ്മോൾ സ്ക്രീൻ ഉണ്ട്. അതായത് ഇപ്പോൾ ഫോട്ടോഷോപ്പ് നമ്മൾ പല രീതിയിലുള്ള ആളുകൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഫോട്ടോഷോപ്പ് പല രീതിയിലെന്ന് പറയുമ്പോൾ ഡിസൈനേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, അതായത് ഗ്രാഫിക് ഡിസൈനേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ആളുകൾ, അതായത് ഇപ്പോൾ ആൽബം ഡിസൈനേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്കെല്ലാം വേറെ വേറെ വിൻഡോസ് ആയിരിക്കും വരാം. അതായത് ഇപ്പോൾ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ഒരാളുകൾക്ക് അധികം ടൂൾസ് ഒന്നും വേണ്ടി വരില്ല. അതായത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കളർ കറക്ഷൻ്റെ വിൻഡോ, അതേപോലെ കുറച്ച് ടൂൾസ് അവർ. പക്ഷേ ഒരു ഗ്രാഫിക് ഡിസൈനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് എല്ലാ ടൂളുകളും അവർ ചിലപ്പോൾ അവർ യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, പല ഇൻ്റർഫേസ്, അതായത് വർക്ക് സ്പേസ് കൊടുക്കാവുന്നത് പോലെ ഇതിലും നമുക്ക് എന്ത് ചെയ്യാം, പല വർക്ക് സ്പേസ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ അഡോബി ആനിമേറ്റ് ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നുണ്ടോ, അതായത് ഡെവലപ്പർ, ഡിസൈനർ, ക്ലാസിക്, അങ്ങനെ ഒരുപാട് ആനിമേഷൻസ്, അങ്ങനെ ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഓരോ ഇതിലും ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഓരോ രീതിയിലുള്ള വിൻഡോ ആയിരിക്കും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഡെവലപ്പറിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ആ ഒരു ആഫ്റ്റ് ആയിട്ടുള്ളൊരു വിൻഡോ, അതേപോലെ തന്നെ ഡിസൈനേഴ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെവലിൽ വന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ ആ ഒരു ലെവലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർക്ക് പറ്റിയൊരു വിൻഡോ. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ വർക്ക് സ്പേസിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, വർക്ക് സ്പേസിലേക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലാസിക്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള വിൻഡോ. അപ്പം ഞാൻ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ക്ലാസിക്കാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേലുള്ള ടൈം ലൈനൊക്കെ വന്ന് കിടക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഭംഗിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഏതൊരു സ്ക്രീനാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ബേസിക് ഉണ്ട്, ആനിമേഷൻ ഉണ്ട്, കാണിക്കുന്നില്ല കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ ബേസിക്കിലാണ് നിന്നുകൊണ്ടിരുന്നത്. ഓക്കെ, നമ്മളിന്ന് ആനിമേറ്ററിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു വിൻഡോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി പോയാൽ മതി. അപ്പോൾ ഞാനിവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ക്ലാസിക് എന്നിട്ട് ചൂസ് ചെയ്യാം. ഓക്കെ, എനിക്ക് കുറച്ചുകൂടി
ഫേവറായിട്ട് തോന്നിയത് ഈ ഒരു വിൻഡോയാണ്. ഓക്കെ, അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇതിനൊക്കെ നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം കേട്ടോ. ഓക്കെ, ഈ ടൈം ലൈനൊക്കെ ഒരുപാട് ലെയറുകളൊക്കെ വരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇവിടുന്ന് അങ്ങനെ ഒരു മോഡലിലേക്ക് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ഇതിനെ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടൂൾ ബോക്സിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യം തന്നെ പറയുന്ന ടൂൾ എന്താണ്, ഇവിടുന്ന് സെലക്ഷൻ ടൂളാണ്. അതായത് നമ്മളൊരു ഒബ്ജക്റ്റ് വരയ്ക്കാന്ന് വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ ഫോട്ടോഷോപ്പ് പോലെ തന്നെ ഇതിലുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചില പോയിന്റിലേക്ക് കണ്ടോ 2 ഐക്കൺസ് വേണ്ട. ഓക്കെ, 2 ഐക്കൺസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് സബ് ടൂൾ ഉണ്ടെന്നാണ് അർത്ഥം. ചിലതിനൊക്കെ ഒറ്റ ടൂളുള്ളൂ കണ്ടോ, ടെക്സ്റ്റ്, ലൈന്, ഇതിനൊക്കെ ഒറ്റൊരു ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പോയിന്റ് പോലെ ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് പോലെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കിയേക്കാം, അതിൻ്റെ ഇടയിൽ സബ് ടൂൾസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയേക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പറയുന്ന ടൂളാണ് സെലക്ഷൻ ടൂൾ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് സെലക്ഷൻ ടൂൾ ആക്റ്റീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഒബ്ജക്റ്റ് വരയ്ക്കണം. അതായത് നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ ആയിരിക്കുമല്ലോ മൂവ് ചെയ്യുക. ഒബ്ജക്റ്റ്, പാത്ത്, ടെക്സ്റ്റ്, ഇതിനൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മൂവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വേണം. ഓക്കെ, ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാനായിട്ട് നമ്മൾ പറയുന്ന ടൂളാണ് സെലക്ഷൻ ടൂൾ. ഓക്കെ, വി അടിച്ചാൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ടൂൾ നിൽക്കാൻ നോക്കി കീബോർഡിൽ വി അടിച്ചിട്ടുണ്ടെങ്കിൽ എന്താവും, അത് സെലക്ഷൻ ടൂളായിട്ട് മാറും. ഇപ്പോൾ നിൽക്കുന്നത് പെയിൻ ബക്കറ്റ് ടൂളാണ്, ഞാൻ കീബോർഡിൽ വി അടിച്ചിട്ടുണ്ടെങ്കിൽ അത് സെലക്ഷൻ ടൂളായിട്ട് മാറും. അതായത് മൂവ് ടൂൾ എന്ന് പറയുമ്പോൾ തന്നെ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു ഒബ്ജക്റ്റിനെ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇതിങ്ങനെ മൂവ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഈ പേജിൻ്റെ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായെന്ന് കരുതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തന്നെ ഡിലീറ്റ് ചെയ്യുന്നത്, കീബോർഡിൽ ഡിലീറ്റ് അടിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റ് എന്തായിക്കോളും, വരച്ച ഒബ്ജക്റ്റ് ഇവിടുന്ന് ഡിലീറ്റ് ആയി പോയിക്കോളും. ഓക്കെ, എനിക്ക് അത്ര വലിയ ഒബ്ജക്റ്റ് ഞാൻ വരയ്ക്കുന്നില്ല, ഞാൻ ചെറിയൊരു ഒബ്ജക്റ്റാണ് വരയ്ക്കുന്നത്. ഓക്കെ, വീണ്ടും ഇതിൽ തന്നെ ഈ മൂവ് സെലക്ഷൻ ടൂളിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത് പറയുന്ന ടൂളാണ് ഇതിൻ്റെ ഉള്ളിൽ സബ് സെലക്ഷൻ ടൂൾ. ഓക്കെ, സബ് സെലക്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് കർവ് വയ്ക്കുകയും ചെയ്യണമെന്ന് വയ്ക്കാം. അപ്പോൾ ഞാനപ്പോൾ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത സമയത്ത് നോക്കി ഇവിടെ 4 പോയിന്റിലും, അതായത് 4 മൂലയിലും എന്തായി, ഓരോരോ പോയിന്റുകൾ എന്തായി ഇവിടെ നിന്ന് ക്രിയേറ്റ് ആയി. ഈ പോയിന്റിനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്യണം. കണ്ടോ, ഞാൻ മൗസ് ക്ലിക്ക് ചെയ്ത് പിടിച്ചേക്കാണ്, ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സബ് സെലക്ഷൻ എന്നൊരു ഓപ്ഷൻ യൂസ് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ എന്തെങ്കിലും ജസ്റ്റ് ഒന്നൊരു കിളിയുടെ ചെറുകോ, അപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ പോലെ പറയണമെന്നുള്ളൂ, അതായത് പകുതി ഒരു ഇതോ അങ്ങനെയൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സബ് സെലക്ഷൻ എന്നൊരു ഓപ്ഷൻ യൂസ് ചെയ്യുക. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്നിട്ട് നമ്മൾ മൂവ് ചെയ്യരുത് കേട്ടോ. മൂവ് ചെയ്തെന്നോട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതി ഏതാണ്, സെലക്ഷൻ ടൂൾ വെച്ച് തന്നെ മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ പോവാം. ഓക്കെ, ഞാൻ വീണ്ടും ഡിലീറ്റ് അടിക്കുകയാണ്. വീണ്ടും അടുത്തൊരു ഓപ്ഷനാണ് ഇതിൻ്റെ ഉള്ളിൽ ഫ്രീ ട്രാൻസ്ഫോം ടൂൾ. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്തെങ്കിലും വീണ്ടും ഒരു ഒബ്ജക്റ്റ് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് വരച്ചു. അപ്പോൾ നമ്മൾ ഇത്രയും നേരം എന്ത് ചെയ്തു, ഞാനിപ്പോൾ കുറച്ച് മുന്നേ കാണിച്ചത് എന്താണെന്ന്, എനിക്ക് അത്രയും വലിയ ഒബ്ജക്റ്റ് വേണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനൊരു ഒബ്ജക്റ്റ് വരയ്ക്കണം. ഇത് എല്ലാ ടൈമിലും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അതായത് ഇപ്പോൾ വീണ്ടും ഡിലീറ്റ് ചെയ്യുക, ഇപ്പോൾ കുറച്ച് വലുതാണ് വേണ്ടതെങ്കിൽ വീണ്ടും ഇങ്ങനെ സെലക്ട് ചെയ്തു, ഡിലീറ്റ് അടിച്ചു, വീണ്ടും റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് ഇതിങ്ങനെ വരച്ചു. പിന്നീടാണ് തോന്നുന്നത് വീണ്ടും എന്താ പറയുക, നമുക്കിപ്പോൾ ചെറിയൊരു ഒബ്ജക്റ്റ് മതി. അങ്ങനെ ഓരോ ടൈമിലും നമുക്ക് ഇവിടുന്ന് എടുക്കാമെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ടൂൾ ഇതെങ്ങനെയാണ് പരിഹരിക്കണമെന്ന് നമുക്ക് ഇപ്പോൾ തന്നെ പറയാം. ഓക്കെ, അപ്പോൾ അതിന് പറ്റിയ ടൂളാണ് ഇതിൻ്റെ ഉള്ളിൽ ഇവിടുന്ന് ഫ്രീ ട്രാൻസ്ഫോം. ഓക്കെ, ഇപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ, നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മൂവ് ചെയ്ത് വയ്ക്കാം കേട്ടോ. അതേപോലെ തന്നെ നമുക്കിതിനെ ചെറുതാക്കാം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇത് കണ്ടോ, ജസ്റ്റ് ഒന്ന് ചെറുതാക്കി. അപ്പോൾ 4 സൈഡ് ഈക്വലായിട്ടല്ല ചെറുതാകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 4 സൈഡ് ഈക്വലായിട്ട് ചെറുതാകുന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് മോൾട്ട് പ്രസ് ചെയ്തിരിക്കുക. ഓക്കെ, എന്നിട്ട് ഷിഫ്റ്റ് മോൾട്ടും അല്ല, ഷിഫ്റ്റ് മാത്രം. പല വേർഷൻസിൽ പല സെറ്റപ്പാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, വലുതാക്കാം, ചെറുതാക്കണേ നമുക്ക് എന്ത് ചെയ്യാം, ചെറുതാക്കി എടുക്കാം. അതേപോലെ തന്നെ അതെ ഇവിടെ നോക്കി ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത്, അതായത് ഇപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് വലുതും ചെറുതുമാക്കാമെന്ന് അർത്ഥം. ഓക്കെ, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ച് നമുക്ക് വലുതും ചെറുതുമാക്കാമെന്ന് അർത്ഥം. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കാണാം, അത് റൊട്ടേറ്റ് ടൂളായിട്ട് മാറും. അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ റൊട്ടേറ്റ് ചെയ്യാമെന്ന് അർത്ഥം. ഓക്കെ, എത്ര ഡിഗ്രിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ റൊട്ടേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് കറക്റ്റായിട്ട് നമുക്ക് ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ നമുക്കിത് ഇവിടെ മോഡിഫൈയിൽ ട്രാൻസ്ഫോമിൽ ഇതിവിടെ റൊട്ടേറ്റ് കേട്ടോ. ഇത്ര ഡിഗ്രിയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്കിപ്പോൾ 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാം.
അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ചെയ്യാൻ പറ്റും. നമുക്ക് കസ്റ്റമായിട്ടുള്ള റൊട്ടേഷനൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, വരുന്ന ക്ലാസ്സിലൊക്കെ പഠിക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ടൂൾ ജസ്റ്റ് ഒന്ന് ഇതൊക്കെ നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഈ ടൂൾ ജസ്റ്റ് ഒന്ന് പഠിച്ചാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, വർക്കുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തൊരു ടൂളാണ് ഇതിൻ്റെ ഉള്ളിൽ ഗ്രേഡിയൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രേഡിയൻറ്റ് എന്താണെന്ന് നോക്കാം. അതിന് മുന്നേ നമുക്ക് ഈ ടൂള് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ടൂള് പറയാൻ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഈ കളർ എന്താണ്, അതേപോലെ തന്നെ ഗ്രേഡിയൻറ്റ് എന്താണെന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അടുത്തൊരു ടൂളാണ് ഇതിൻ്റെ ഉള്ളിൽ ലാസോ. ഓക്കെ, ഫോട്ടോഷോപ്പിലേക്ക് നമ്മൾ ലാസോ ടൂൾ പഠിച്ചു തരുന്നു അല്ല, കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇതിൽ. ഓക്കെ, ഈ ഒരു ഒബ്ജക്റ്റിനെ നമുക്കിപ്പോൾ പകുതി ഒബ്ജക്റ്റായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതായത് ഇപ്പോൾ നമ്മൾ ചില ടൈമിലൊക്കെ ഒരു കോഴിയുടെ മുട്ടയൊക്കെ വരയ്ക്കുന്ന സമയത്ത് അങ്ങനെ സ്ക്രാച്ചഡ് ആയിട്ടുള്ളൊരു ഇതൊക്കെ വേണ്ടി നോക്കി. അപ്പോൾ ഞാൻ ആ ഒരു ഇതിലേക്ക് പോവാണ്. ഈ ടൂളിലേക്ക് വരാം. ഞാൻ ജസ്റ്റ് നോർമൽ ഷേപ്പ് എടുത്തിട്ട് ഒരു കോഴിമുട്ടയുടെ ഒരു ഇതുപോലെ വരയ്ക്കാം. എന്തൊക്കെയും ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മതി കേട്ടോ. ഇപ്പോൾ ഒന്നും അറിയണ്ട. ഇപ്പോൾ ഞാൻ ചെയ്യുന്നതൊന്നും മൈൻഡ് ആക്കണ്ട. ഒരു ക്രാക്കിൻ്റെ ഒരു സിമ്പിൾ വരുത്താൻ വേണ്ടി മാത്രമേ ഞാൻ ചെയ്തെന്നുള്ളൂ. ഓക്കെ, ഇതൊക്കെ നമുക്ക് വന്ന ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് പറയാം. കളർ ചേഞ്ചിങ്ങും ഔട്ട്ലൈനും സ്ട്രോക്കും ഇതെല്ലാം നമുക്ക് വന്ന ക്ലാസ്സുകളിലേക്ക് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ടൂൾ എന്തിനാണെന്ന് മാത്രം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് ലാസോ ടൂൾ എടുക്കുന്നുണ്ട്. ഓക്കെ, ലാസോ ടൂൾ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ ഒരു മുട്ടയുടെ സ്ക്രാച്ച് പോലെ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, പക്ഷേ എന്തെങ്കിലും വ്യത്യാസം വന്നോ? ഒരു വ്യത്യാസം വന്നില്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒബ്ജക്റ്റ് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് കീബോർഡിൽ Ctrl+B അടിച്ച് നമുക്ക് എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനുള്ള ഷോർട്ട് കീയാണ് ഞാൻ പറയുന്നത്. കീബോർഡിൽ Ctrl+B അടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക് ചെയ്യാം. അതുമല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് മോഡിഫൈ മെനുവിലേക്ക് വന്നിട്ട് നിങ്ങൾ കണ്ടോ, കൺവേർട്ട് ടു സിമ്പിൾ അല്ല, കൺവേർട്ട് ഇവിടെ മോഡിഫൈ മെനുവിൽ കണ്ടോ ബ്രേക്ക് പാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഇതെന്തായി, അതൊരു ഒബ്ജക്റ്റിന് ഒരു ബ്രേക്കായിട്ട് മാറി. ഇനി ഞാൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് ലാസോ ടൂൾ എടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു സ്ക്രാച്ച് പോലെ ഇവിടെ നിന്ന് വരയ്ക്കാം. മൗസ് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിങ്ങനെ സ്ക്രാച്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്തായി, അതൊരു സ്ക്രാച്ചിൻ്റെ ഇതായിട്ട് മാറും. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അത് പുറത്തേക്ക് കൂടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അങ്ങനെയാണ് സ്ക്രാച്ചൊക്കെ മാറും. ഓക്കെ, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കും. അത് കണ്ടോ, ആ ഒരു മോഡലായിട്ട് മാറി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇവിടുന്ന് ബ്രേക്കാക്കി ഇവിടുന്ന് ലാസ്റ്റ് ടൂൾ എടുത്ത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തു, ഇവിടെ ഇങ്ങനെ ക്രാക്ക് പോലെ വരച്ചു. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ആ ഒരു ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് ഒരു ലാസോ എന്നൊരു ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പുറത്തുണ്ടെങ്കിൽ മുട്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഇത് കിട്ടും കേട്ടോ. ഈ ടൂളിലേക്ക് പോകണ്ട. അതായത് ഇപ്പോൾ സെലക്ഷൻ ടൂൾ എടുക്കണ്ട. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ആദ്യം തന്നെ എന്ത് ചെയ്തു, Ctrl+B അടിച്ചു. ഓൾറെഡി ബ്രേക്കഡ് ആണ്, അതുകൊണ്ടാണ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ വരുന്നത്. ലാസ്റ്റ് ടൂൾ എടുത്തു, ഇങ്ങനെ വരച്ചു. സെലക്ഷൻ ടൂൾ എടുക്കാതെ തന്നെ എന്ത് ചെയ്യുക, ഈ ടൂൾ തന്നെ നിൽക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ഷൻ വരും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സ്ക്രാച്ചിലൊക്കെ പോലെ നമുക്ക് ഇവിടുന്ന് വരച്ചെടുക്കാം. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ ഈ ടൂളൊന്നും എടുക്കാതെ തന്നെ ഇവിടെ ജസ്റ്റ് ഒന്ന് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യാൻ പറ്റും. ഇത്രയും ഏരിയ മതി. അതായത് ഇപ്പോൾ ഇത്രയും ഏരിയ വേണ്ട, ഇത്രയും ഏരിയ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഒരു വൃത്തൊക്കെ വരയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു ഗോളത്തിൻ്റെയൊക്കെ പകുതി എന്നൊക്കെ പറയൂലേ, ആ ഒരു രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് യൂസ് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് റെക്ടാങ്കിൾ എടുക്കാം കേട്ടോ. ഓക്കെ, റെക്ടാങ്കിൾ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ സെലക്ട് ചെയ്തു, Ctrl+B അടിച്ച് ബ്രേക്ക് ചെയ്തു. ഓക്കെ, അടുത്തൊരു ടൂളാണ് ഇതിൻ്റെ ഉള്ളിൽ പോളിഗൺ ടൂൾ. ഓക്കെ, പോളിഗൺ പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് വരച്ചെടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് കീബോർഡിൽ എസ്കേപ്പ് അടിച്ചാലും ആ ഒരു ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അതായത് നമ്മൾ Ctrl+A അടിച്ച് Ctrl+B അടിച്ച് ബ്രേക്ക് ചെയ്തു. വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, പോളിഗൺ എടുത്തു. ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ക്ലിക്ക് ചെയ്ത് ഈ പോയിന്റിലെത്തിയപ്പോൾ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തായി, ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ സെലക്ഷൻ വന്നു. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഈ ടൂളിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മാറ്റിയെടുക്കാം. ഇതിൻ്റെ സൈസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സൈസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, സൈസ് കൂട്ടാം. കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കണ്ടാൽ നമുക്ക് ഇവിടെ നിന്ന് കുറച്ചെടുക്കാം. അതേപോലെ തന്നെ ഇവിടെ നിന്ന് കർവ് സ്മൂത്ത് ആയിട്ടുള്ളൊരു ഓബ്ജക്റ്റ് ആയിട്ട് കിട്ടും. നമുക്ക് ഇവിടെ നിന്ന് ഒരു റൗണ്ട് വേണ്ട, ഒരു സ്ക്വയർ ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. Ctrl+A അടിക്കുക കേട്ടോ. Ctrl+A ഇപ്പോൾ
നമ്മളിപ്പോൾ ഒരുപാട് ഒബ്ജക്റ്റ് വരച്ചുകൊണ്ടിരിക്കാം. ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കാം. ഓക്കെ, ഒന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് മൊത്തത്തിൽ ഇങ്ങനെ സെലക്ട് ചെയ്യാം, കീബോർഡിൽ ഡിലീറ്റ് അടിച്ചാൽ ആ സംഭവം ഡിലീറ്റ് ആയി പോകും. അതുമല്ല നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇപ്പോൾ ഒരുപാട് ഒബ്ജക്റ്റ് വരച്ച് ഇപ്പോൾ കൺട്രോൾ A അടിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം സെലക്ട് ആവും. ഓക്കെ, എന്നിട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാം. അതാണ് റൗണ്ട്നെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ആംഗിൾ. ഓക്കെ, ആംഗിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് ഇങ്ങനെ കണ്ട ആ ഒരു മോഡലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് സെറ്റ് ചെയ്ത് അങ്ങനെ ഒരു ഇതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ടാപ്പർ കണ്ടോ, ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. വെലോസിറ്റി ഇതെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് ഇവിടെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് കഴിഞ്ഞാൽ സേവ് പ്രീസെറ്റ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഇവിടുന്ന് ആ ഒരു മോഡൽ എപ്പോഴും മതി എന്നുണ്ടെങ്കിൽ ആ ഒരു മോഡലായിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, മനസ്സിലാകുന്ന കാര്യതാണ്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഓക്കെ, അടുത്തതാണ് ഇതിൻ്റെ ഉള്ളിൽ ക്ലാസിക്കൽ ബ്രഷ്. അതായത് വണ്ണം കുറവായിരിക്കും, വേറെ ഒന്നും വ്യത്യാസമായിട്ടൊന്നുമില്ല. ഈ പറഞ്ഞ രീതികളെല്ലാം നമുക്ക് മിനിമം സൈസുകളൊക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. സ്മൂത്തിങ്ങുകളൊക്കെ നമ്മളിപ്പോൾ ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. അതേപോലെ തന്നെ ഈ ഒരു ബ്രഷ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിലില്ലാത്തൊരു ഓപ്ഷനാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത്, ബ്രഷിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ പല മോഡൽ ബ്രഷുകളുണ്ട്, അതായത് റൗണ്ട് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് സൈസ് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തു. സൈസ് ഇത്ര കൊടുക്കണം, സൈസ് കുറച്ചു. ഈ ഒരു മോഡലായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടോ, ബ്രഷിൻ്റെ സ്റ്റൈൽ മാറി. അപ്പോൾ ആ ഒരു മോഡൽ എടുത്തിട്ട് വരയ്ക്കുന്ന സമയത്ത് കണ്ടോ വേറൊരു മോഡലായിട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഇത് അങ്ങനത്തെ ഒരു മോഡലായിട്ട് ഇങ്ങനെ ഇമേജ് വയ്ക്കാം. സ്ക്വയർ നമുക്കൊരു കണ്ടോ ഇങ്ങനെ ഒരു മോഡൽ വരയ്ക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് ഓരോന്നും പല പല ഷേപ്പിലായിട്ട് നമുക്ക് ഇവിടുന്ന് വരച്ചെടുക്കാമെന്ന് മാത്രമേ. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒപ്പം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ഓക്കെ, വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അപ്പോൾ തന്നെ അത് മനസ്സിലായി കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ഈ കണ്ണുകളൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് കണ്ടോ ഇങ്ങനെ റൗണ്ട് ആയിരിക്കും കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചെയ്ത് കണ്ടോ പോയാൽ. ഓക്കെ, അപ്പോൾ ഓരോന്നും ഓരോരോ ബ്രഷുകളാണ്, അതായത് ബ്രഷുകളുടെ മോഡുകളാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മൾ ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്തൊരു ടൂളാണ് ഇതിൻ്റെ ഉള്ളിൽ ഇറേസ് ടൂൾ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു റെക്ടാങ്കിൾ വരയ്ക്കും. ജസ്റ്റ് ഒന്ന് റെക്ടാങ്കിൾ വരച്ചു. ഈ ടൂളിന് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കാം. അടുത്ത ടൂള് അടുത്ത ക്ലാസ്സിലേക്കായിട്ട് നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇറേസ് ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്യണം. ഓക്കെ, ഇറേസ് ചെയ്യുന്ന സമയത്ത് കണ്ടോ ഒറ്റൊരു പാത്തായിട്ടാണ് മാറുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ കൺട്രോൾ A അടിച്ച് കൺട്രോൾ B അടിച്ച് ബ്രേക്ക് ചെയ്യാമെന്ന് പറയും. ഓക്കെ, ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇറേസ് ടൂൾ എടുത്തിട്ട് നമ്മൾ ഇറേസ് ചെയ്യുന്ന സമയത്ത് നോക്കി രണ്ട് പാത്തായിട്ട് കിട്ടും. അതായത് നമ്മളിപ്പോൾ ഒരു വഴി അങ്ങനെ ഒരു മോഡൽസൊക്കെ വരച്ച് കൊടുക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ കണ്ടോ, അതായത് ഇറേസ് ടൂൾ എടുത്തു, കീബോർഡിൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് വരയ്ക്കുന്ന സമയത്ത് കണ്ടോ അത് കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് കിട്ടും. അത് കൺട്രോൾ A അടിച്ച് കൺട്രോൾ B അടിച്ച് ചെയ്യുന്ന സമയത്ത് ആയാലും നമ്മൾ എന്ത് ചെയ്യും, ഇറേസ് ടൂൾ എടുത്തിട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ അത് കറക്റ്റ് ഒരു ഇതായിട്ട് കിട്ടും. ഓക്കെ, രണ്ട് ഒബ്ജക്റ്റായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അങ്ങനെ നമുക്ക് ഈ ഡയറി മിൽക്കിൻ്റെ ഷേപ്സുകൾ, അങ്ങനെ ബാറിൻ്റെ ഷേപ്സുകൾ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കസ്റ്റമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് കണ്ടോ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് ഇപ്പോൾ ഇങ്ങനെ ഓരോരോ ബാറുകൾക്കും നമ്മളിപ്പോൾ അങ്ങനെ ഒരു ഇതുപോലെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കണ്ടോ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ബാറുകളൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ഇരിക്കാം. ഞാനിപ്പോൾ ഒരു അളവൊന്നും കൊടുത്തിട്ടല്ല ചെയ്യുന്നത്, നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾ അളവൊക്കെയും കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കണ്ടോ നിങ്ങൾക്ക് ഈ ഒരു ഒബ്ജക്റ്റിനെ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് കാരണം കണ്ടോ നമുക്ക് ഇവിടുന്ന് പല മോഡലായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു, ഈ സെലക്ഷൻ ടൂളിൽ തന്നെ ഞാൻ ഇപ്പോൾ ഒരു റെക്ടാങ്കിൾ ടൂൾ എടുത്തിട്ട് ഒരു ഒബ്ജക്റ്റ് വരച്ചു. ഈ സെലക്ഷൻ ടൂളിൽ തന്നെ
ഇവിടെ ഇങ്ങനെ വരുന്ന സമയത്ത് കണ്ട ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മൂവ് ആവും. അതോടൊപ്പം തന്നെ പേജിൻ്റെ ഇങ്ങനെ വരുന്ന സമയത്ത് കണ്ട, അതായത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങോട്ട് വന്നാൽ മൂവ് ആവും. അപ്പോൾ മൂവ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് നോക്കിക്കോട്ടെ, ജസ്റ്റ് ഒന്ന് വര പോലെ വരും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ, അന്നേരമാണ് ആ സംഭവം അവിടെ സെറ്റ് ആവും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യാം, പുറത്തുണ്ടായി ക്ലിക്ക് ചെയ്യാം. അത് ഇതിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ല, ജസ്റ്റ് പുറത്തുണ്ടായി ക്ലിക്ക് ചെയ്യാം. ആ സെലക്ഷൻ കളയാൻ, അത് ഈ ഒരു ബ്ലൂ വര കണ്ട, അത് ജസ്റ്റ് ഒന്ന് പുറത്തുണ്ടായി ക്ലിക്ക് ചെയ്ത് പൊക്കോളും. ഓക്കെ, എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, പേജിൻ്റെ ഉള്ളിലേക്ക് വരാം. അപ്പോൾ കണ്ട ഒരു കർവ് പോലെ വന്നിട്ടുണ്ടാവും. ഇതിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്, കർവ് ആയിരിക്കും ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ അടിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അടിയിലേക്ക്, മേലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മേലേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഷേപ്പ് വയ്ക്കാൻ പോലെ, ഒരു വീടിൻ്റെ ക്ലിപ്പാട്ട് വയ്ക്കാൻ പോലെ നമുക്ക് ഇവിടുന്ന് വരച്ചെടുക്കണമെങ്കിൽ വരച്ചെടുക്കാം. അതിലൊക്കെ നമുക്ക് വരാം. ജസ്റ്റ് ഒന്ന് ഇതൊന്ന് പറഞ്ഞു പോലും കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഈ ഇറേസിലും പല പല മോഡൽസ് ഉണ്ട്. ബ്രഷിൽ പറഞ്ഞതുപോലെ തന്നെ ഇറേസിലും പല മോഡൽസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇറേസ് ചെയ്ത് കളയാൻ പറ്റും. കൺട്രോൾ എ കൺട്രോൾ ബി അടിച്ച് ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്തിട്ട് ഞാൻ വീണ്ടും ഇറേസിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തു. ഒക്കെ ഉണ്ടോ, പല മോഡലിലുള്ള റൈസുകൾ കണ്ടോ, നമുക്ക് ഇവിടെ നിന്ന് സെറ്റാക്കി കിട്ടും. ഇതിൻ്റെ ഉള്ളിലും സൈസ് ഉണ്ട്. സൈസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ബ്രഷ് എങ്ങനെയാണോ പറഞ്ഞത് ആ രീതിയിൽ തന്നെയാണ് ഇവിടെ ഇറേസ് ടൂൾ എന്താവുക, വർക്ക്. ഓക്കെ, മനസ്സിലായോ? അങ്ങനെ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു മാജിക് വാണ്ടുകൾ ഞാൻ വിട്ടിട്ടില്ല, അത് അടുത്ത എപ്പിസോഡിൽ ഞാൻ ക്ലിയർ ആക്കി തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേക്കാം, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ അതിന് റിപ്ലൈ തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി, ബൈ.